മലപ്പുറത്തെ VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? കോപ്പി അടിച്ചിട്ടാണ് ഇവിടുത്തെ പിള്ളേർ ജയിക്കുന്നതെന്നാണ് അന്ന്, ഇല്ലേ? പിന്നെ മലപ്പുറത്തെ ഇപ്പൊ കോണർ ചെയ്യാൻ നോക്കിയത് ആരൊക്കെയാണ്? ഞാൻ കുറെ സ്റ്റേറ്റ്മെന്റ് വായിക്കട്ടെ നിങ്ങളോട്. ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയത. കടകംപള്ളി സുരേന്ദ്രൻ 2017 കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ്. ദേശീയപാത സർവേക്കെതിരെ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ. വിജയരാഘവൻ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹൈവേക്കെതിരെ സമരം ചെയ്യുന്നതൊക്കെ മിതവാദികൾ. ഇവിടെ എത്തിയപ്പോൾ തീവ്രവാദികൾ. സമരക്കാർ മലപ്പുറത്തുകാർ. ആലപ്പാട് ഖനന വിരുദ്ധ സമരത്തിനെതിരെ, അതായത് മലപ്പുറത്തുകാർ ആണെന്ന് ഇതിന്റെ അർത്ഥം മനസ്സിലായി. അത് EP ജയരാജൻ. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സുപ്രീം കോടതി പരിശോധിക്കണം. കോടിയേരി ബാലകൃഷ്ണൻ ദേശീയപാത സമരത്തിൽ വന്നിട്ട് പറഞ്ഞാണ് മലപ്പുറത്ത് അക്രമം നടത്തിയത് രാജ്യദ്രോഹികൾ. പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ. കോടിയേരി ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയത. വിജയരാഘവൻ ഇവിടെ വെച്ച് പ്രസംഗിച്ചാണ്. മതമൌലികവാദ ചേരിയിലാണ് മുസ്ലിം ലീഗ്. മുന്നോക്ക സംവരണത്തിനെതിരെ ലീഗ് ശ്രമിച്ചത് ധ്രുവീകരണത്തിന്. വിജയരാഘവന്റെ സംഭാവന. സാദിഖ് അലി തങ്ങളുടേത് സക്കീർ നായിക്കിന്റെ നിലപാട്. വിജയരാഘവൻ. പാലത്തായിൽ തീവ്രവാദ സംഘടനകൾ നുണ പ്രചരിപ്പിക്കുന്നു. വിജയരാഘവൻ. ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയത് തീവ്രവാദികൾ. വിജയരാഘവൻ. ദേശീയപാത സർവേക്കെതിരായി മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ. വിജയരാഘവൻ. കോൺഗ്രസ് നേതാവ് MA ഷാനവാസ് മുസ്ലിം തീവ്രവാദി. വിജയരാഘവൻ. ഗെയിൽ സമരം പിന്നിൽ തീവ്രവാദികൾ. CIA വിരുദ്ധ സമരങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. നരേന്ദ്രമോദി. ഈ മലപ്പുറത്തെക്കുറിച്ച് ഇത്രയും മോശമായ നിരന്തരമായ ക്യാമ്പയിൻ എത്ര വർഷമായി തുടങ്ങിയിട്ട്? CPM ആണ്. അത് മലപ്പുറത്തെ മുഴുവൻ ജനങ്ങൾക്കും അപമാനകരമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്ത് ഇത്രയും മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന, താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനത ഒരു ജില്ലയിലും കാണില്ല. അത്രയും പരസ്പര സ്നേഹത്തോടുകൂടി ഇപ്പൊ നോക്കി, ഇപ്പൊ പെരുന്നാൾ ആഘോഷവും എല്ലാവരും ഉണ്ടാവും. ഇവരുടെയൊക്കെ വീടുകളിൽ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ അവർ ക്ഷണിച്ച് ഇത്രയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജില്ലയെ ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം ഉണ്ടാക്കുകയാണ്. പെൺകുട്ടികളടക്കം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ മികച്ച ക്യാമ്പസുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള പിന്നോക്കം നിന്നിരുന്ന, വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്നിരുന്ന വിദ്യാർത്ഥികൾ വരിക. അതിനെയൊക്കെ വർഗീയമാക്കി അധിക്ഷേപിച്ച ഒരു നാണം കെട്ട പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയ ആളാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല. മനഃപൂർവ്വമാണ് ഈ വിജയരാഘവനെ ഇവിടുത്തെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല വെച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണം മലപ്പുറത്തിനെതിരെ നടത്തിയിരിക്കുന്ന ആളാണ്. നമുക്ക് കാണാം. ഇവിടുത്തെ ആളുകൾക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആര്യാടൻ ഷൗക്കത്തിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കും.